Hi everyone, welcome to Island IAS Signet Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയ് 15 തീയതിയിലെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2 എഡിറ്റോറിയൽസ് ആണ് നോക്കുന്നത്. ഒന്ന് കൂളിംഗ് ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ ആണ്. അതായത് നമുക്ക് അറിയാം ടെമ്പറേച്ചർ ഒക്കെ കൂടി വരികയാണ്. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം സമ്മറിൽ എടുക്കുന്ന പോലെ ഉള്ള പ്രിക്കോഷൻസ് എടുത്താൽ പോരാ, നമുക്ക് അതിന് പകരം ഒരു കൂളിംഗ് ഡോക്ട്രൈൻ വേണം എന്നാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഈ കൂളിംഗ് ഡോക്ട്രൈൻ എന്നൊക്കെ നമുക്ക് അവിടെ നോക്കാം. അതുപോലെ തന്നെ ബേസ്റ്റിംഗ് ദ സീംസ് എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കൂടുന്നതിനെ കുറിച്ചും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ സർവേ ഒക്കെ വന്ന സമയത്ത് ഇന്ത്യസ് ലേബർ മാർക്കറ്റ് ഷോസ് ഗെയിൻ ബട്ട് ചാലഞ്ച് പെർസിസ്റ്റ്. നമ്മുടെ ലേബർ മാർക്കറ്റിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറെ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാലഞ്ചസ് കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. ദെൻ അറ്റ് ഇന്ത്യ നോർഡിക് സബ്മിറ്റ് ടേൺ ഹിസ്റ്റോറിക്കൽ സമ്പത്ത് ഇൻ ടു ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. അതായത് ഇന്ത്യ നോർഡിക് സബ്മിറ്റ് നടക്കാനായിട്ട് പോവാണ്. അപ്പൊ ആരൊക്കെയാണ് ഈ നോർഡിക് സബ്മിറ്റ്? ഈ ഒരു സബ്മിറ്റ് കൊണ്ട് ഇന്ത്യക്ക് എങ്ങനെയെല്ലാമാണ് ബെനിഫിറ്റ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. ദെൻ അഗെയിൻ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു വേർഡിക്റ്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പറയുന്ന കൂളിംഗ് ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ കറണ്ട് ഹീറ്റ് വേവ്സ് ഉണ്ട്, സമ്മേഴ്സ് ആവുന്ന സമയത്ത് നല്ല ഹോട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്താ നോർമലി ഹീറ്റ് വേവ്സ് ഒക്കെ വരുമ്പോൾ കുറച്ച് ആക്ഷൻ പ്ലാൻ കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് ഇന്ത്യ ഈസ് ഫേസിങ് മോർ ഫ്രീക്വന്റ് ആൻഡ് ഇന്റൻസ് ഹീറ്റ് വേവ്. പണ്ടത്തെ പോലെയല്ല ആ ഒരു മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഹീറ്റ് വേവ് ഒന്നും അല്ല ഇപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നത്. മോർ ഫ്രീക്വന്റ് ആൻഡ് മോർ ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വേവുകളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമ്മറിന്റെ ടൈം കൂടിയിരിക്കുകയാണ്, ലോങ് സമ്മേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇൻഡോർ ടെമ്പറേച്ചർ ഇൻ ഹോം ആൻഡ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ലെവലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോർമൽ ചെയ്യുന്ന ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ ഒന്നും തന്നെ ഭാവിയിലോട്ട് ഇനി വർക്കാവുമെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ നോർമൽ ചെയ്യുന്നത് എന്താ? റോഡ് സൈഡിലെ തണ്ണീർ തടങ്ങൾ, മീൻസ് വെള്ളം ഒക്കെ കൊടുക്കാനായിട്ടുള്ള കുറച്ച് ബൂത്ത് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. വാട്ടർ കിസ്കോസ് അല്ലെങ്കിൽ പബ്ലിക് അഡ്വൈസറീസും ഷെയ്ഡഡ് ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെയാണ് നോർമൽ സമ്മേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബട്ട് നോ ലോങ്ങർ ഈ ഒരു ഇതൊന്നും വർക്ക് ആവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? help temporary but they do not solve the deeper problem. ഡീപ്പർ പ്രോബ്ലത്തിനെ ഇത് ക്യൂർ ചെയ്യാനായിട്ട് പോകുന്നില്ല. അതായത് ഇപ്പോൾ ഈ ഒരു സമ്മർ വരുന്ന സമയത്ത് നമ്മുടെ വർക്കേഴ്സ് കുറെ പേര് ഫാക്ടറീസ് ആൻഡ് വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഹീറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഗിഗ് വർക്കേഴ്സ്. അതുപോലെ തന്നെ ഈവൻ നമ്മളായാലും ഈ ഒരു സമ്മറിൽ ട്രാവൽ ചെയ്യുന്നതും അതൊക്കെ ആ സമയത്ത് നല്ല ഹീറ്റും കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പുവർ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഹോമുകളിലൊക്കെയാണ് പല ആളുകളും താമസിക്കുന്നതും ഒക്കെ. അപ്പോൾ മെനി ഇന്ത്യൻസ് ലിവ് ഇൻ കണ്ടീഷൻസ് ബിക്കം ബയോളജിക്കലി അൺടെനബിൾ. അതായത് നമ്മുടെ ആളുകൾ ജീവിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കലി അൺടെനബിൾ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ആയിരിക്കുകയാണ്. അതായത് നോ ലോങ്ങർ ഈ ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഈ ഹീറ്റ് മാറിയിരിക്കുന്നു. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കിനി എന്ത് വേണം? നമുക്ക് വേണ്ടത് നാഷണൽ കൂളിംഗ് ഡോക്ട്രൈൻ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നാഷണൽ കൂളിംഗ് ഡോക്ട്രൈൻ എന്ന് പറയുന്നത് എ സ്കെയിലബിൾ ഫ്രെയിംവർക്ക് ദാറ്റ് ട്രീറ്റ് sustained access to safe indoor temperature as a public health entitlement to be guaranteed. അതായത് ഡോക്ട്രൈൻ മസ്റ്റ് ബിഗിൻ where the harm is most acute. അതായത് എന്താ? നമുക്ക് ഇനി അങ്ങോട്ട് ഈ ഒരു
ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, അതായത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതിനെ മറികടക്കാനായിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ട്രൈൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സേഫ് ഗാർഡ് മെഷേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഷുഡ് ബിക്കം എ പബ്ലിക് എൻടൈറ്റിൽമെന്റ്. അതായത് നമുക്കിപ്പം നമ്മുടെ ഒരു ബേസിക് നെസസിറ്റി ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ത്, നമുക്ക് ക്ലീൻ വാട്ടർ കൊടുക്കുക, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കുക, സേഫ് ഇതൊക്കെ. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റൈറ്റ് ആണ്, നമ്മുടെ ആവശ്യകതയാണ്. ദാറ്റ് ഷുഡ് ബി ഗ്യാരണ്ടീഡ് ആവണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന മാൻഡേറ്ററി കൂളിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ കുറെ ആളുകൾ ഫാക്ടറീസിലും വെയർ ഹൗസിലും കിച്ചൺസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഓൾറെഡി ചൂടാണ്, പുറത്തും ചൂടാണ്. അപ്പൊ ഈ രണ്ടും കൂടി ആകുമ്പോൾ അവർക്ക് എന്താണ്, വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫീസുകളെല്ലാം തന്നെ ഈ പറയുന്ന കൂളിംഗ് സ്റ്റാൻഡേർഡുകൾ വെക്കണം. അത് കിച്ചൺ ആയാലും എല്ലായിടത്തും ഷുഡ് ഫോളോ മിനിമം കൂളിംഗ് ആൻഡ് വെന്റിലേഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ വെന്റിലേഷൻ റൂൾസ്, അങ്ങനെയുള്ള മാൻഡേറ്ററി സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ യൂസ് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ടെക്നോളജീസ്, അതായത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള റൂഫിംഗ് കാര്യങ്ങൾ, പാസീവ് കൂളിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക, ബെറ്റർ വെന്റിലേഷൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം, എനർജി എഫിഷ്യന്റ് എയർ കണ്ടീഷണേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഈ 3 കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ ഡോക്ട്രൈൻ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഇത് കൂളിംഗ് ഷുഡ് ബിക്കം എ പബ്ലിക് എൻടൈറ്റിൽമെന്റ്, മാൻഡേറ്ററി കൂളിംഗ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ യൂസ് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ടെക്നോളജീസ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു നാഷണൽ കൂളിംഗ് ഡോക്ട്രൈൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെസ്റ്റേൺ മോഡൽ ഒന്നും തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് മോർ ഹോട്ടർ ആൻഡ് മോർ ഹ്യൂമിഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പല ആളുകൾക്കും എന്താണ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള AC അല്ലെങ്കിൽ അങ്ങനത്തെ മെഷേഴ്സ് ഒന്നും തന്നെ വാങ്ങാനായിട്ട് പറ്റുന്ന സാമ്പത്തിക സ്ഥിതി ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രെയിൻ ആയിട്ടാണ് പോകുന്നത്, നല്ല സ്ട്രെസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടി നമ്മൾ ആ ഒരു ഇതിനെ തന്നെ, ആ ഒരു ഗ്രിഡിനെ തന്നെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് നശിക്കും, അത്ര ഉണ്ടാവാനായിട്ട് പോകുന്നത്. സോ ദാറ്റ് ഇന്ത്യ നീഡ് എ ലോ കോസ്റ്റ് എനർജി എഫിഷ്യന്റ് കൂളിംഗ് സൊല്യൂഷൻ സ്യൂട്ടഡ് ടു ഇന്ത്യൻ കണ്ടീഷൻസ്. ഇന്ത്യൻ കണ്ടീഷൻസിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള എനർജി കൂളിംഗ് സൊല്യൂഷൻസ് ആണ് നമുക്ക് ആവശ്യം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ ഒക്കെ വന്നല്ലോ. അപ്പൊ 16th ഫിനാൻസ് കമ്മീഷൻ, നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹീറ്റ് വേവ്സിനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം എന്നാണ് നമ്മുടെ 16th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ഹീറ്റ് വേവിനെ നമ്മൾ നാഷണൽ എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് എന്താണ്, സെൻട്രൽ ഫണ്ടുകൾ കിട്ടും. ഈ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സെൻട്രൽ ഫണ്ടുകൾ കിട്ടും. ഹീറ്റ് മാനേജ്മെന്റ് ഇഫോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി എന്താണ്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതും മാത്രമല്ല, ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫണ്ടിങ് മാത്രമല്ല ആവശ്യം. ഇപ്പോൾ എമർജൻസി, അതായത് ഒരു ഡിസാസ്റ്റർ ആയിട്ട് പ്രൊക്ലെയിം ചെയ്തു, ഹീറ്റ് വേവ്സിനെ ഒരു ഹീറ്റ് വേവ്സിനെ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ പ്രൊക്ലെയിം ചെയ്യും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റിന് കുറെ ഫണ്ടുകൾ കൊടുക്കും, സ്റ്റേറ്റുകൾ ആ ഫണ്ടുകൾ എടുക്കും, അത് അതിനുപയോഗിക്കും, ചിലപ്പോൾ വേറെ എന്തിനൊക്കെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആ ഫണ്ട് ലാപ്സ് ആവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും. അപ്പൊ കുറെ ഫണ്ടിങ് കൊടുക്കുന്നതിനോണ്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള കൂളിംഗ് സ്ട്രാറ്റജീസ് ആണ് ആവശ്യം. നമ്മൾ ഫ്രെയിം വർക്കുകൾ ഡെവലപ്പ് ചെയ്യണം. ഈ ലോങ് ടൈം കൂളിംഗ് എൻഷുർ ചെയ്യാനായിട്ടുള്ള ഫ്രെയിം വർക്കുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിന് വേണ്ട സ്ട്രാറ്റജീസ് നമുക്ക് ആവശ്യം ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ക്രിട്ടിസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഫോർ റിലയിങ് മെയിൻലി ഓൺ ഷോർട്ട് ടേം എമർജൻസി റെസ്പോൺസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇനി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ്, ലോങ് ടേം ആയിട്ടുള്ള അർബൻ പ്ലാനിങ് വേണം. അതുപോലെ തന്നെ വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം, അഫോർഡബിൾ ആയിട്ടുള്ള കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഹീറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഹൗസിംഗ് കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യണം. അതർവൈസ് ഹീറ്റ് ആക്ഷൻ പ്ലാൻ ബിക്കം ഓൺലി ത്രെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റിയൽ പ്രൊട്ടക്ഷൻ എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മളോട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസ്റ്റിംഗ് അറ്റ് ദ സ്കീം എന്ന് പറയുന്ന
ഈ ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താണ് ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇന്ത്യ വാണ്ട്സ് ദാറ്റ് ദ പ്രോബ്ലം ഇസ് നോട്ട് ടെമ്പററി ബിക്കം എ ഡീപ്പർ സ്ട്രക്ചറൽ ഇഷ്യൂ എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടുകയാണ്, വിലക്കയറ്റം കൂടുകയാണ്. അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 3.48% ആണ്. അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ റോസ് ടു 3.48% ഇൻ ഏപ്രിൽ. അതുപോലെ തന്നെ നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8.3% ആണ് ഏപ്രിലിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ 42 മാസങ്ങളിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ള WPI ആണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ദിസ് ഷോസ് ദാറ്റ് പ്രൈസ് പ്രഷേഴ്സ് ആർ ബിൽഡിംഗ് അക്രോസ് ദ എക്കണോമി എന്ന് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ കൂടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് റൈസിങ് ഫ്യുവൽ ആൻഡ് എനർജി പ്രൈസസ് ആണ്. അതായത് ഇപ്പോൾ ഫ്യുവൽ പ്രൈസ് നല്ല രീതിയിൽ കൂടുകയാണ്. ഫ്യുവൽ പ്രൈസ് കൂടുന്നു, അതുപോലെ തന്നെ എന്താണ് പവർ കോസ്റ്റുകൾ കൂടുന്നു, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ് പ്രൈസസ് എല്ലാം കൂടുന്നു. അപ്പോൾ ഫ്യുവൽ ആൻഡ് എനർജി പ്രൈസസ് നല്ല രീതിയിൽ ഹൈ ആണ്. അപ്പോൾ ഫ്യുവൽ ആൻഡ് എനർജി പ്രൈസസ് എന്ന് പറയുന്നത് 24.71% ആയിട്ടാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം ആൻഡ് ഗ്യാസ് പ്രൈസസ് എന്ന് പറയുന്നത് 67.2% ആണ്. അപ്പൊ ദീസ് ഹയർ കോസ്റ്റ് ആർ സ്ലോവിങ് പാസിംഗ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഓർഡിനറി കൺസ്യൂമേഴ്സ്. അപ്പൊ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഇതിന്റെ നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു നഷ്ടം അല്ലെങ്കിൽ അവര് ഇനി ഇതെന്താണ് കൺസ്യൂമേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ടു ഓർഡിനറി കൺസ്യൂമേഴ്സിലേക്ക് ഈ ഒരു ഹൈ കോസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. ദെൻ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. ആ ഒരു ക്രൈസിസ് കാരണമാണ് നമുക്ക് ഗ്ലോബലി എന്താണ് ഓയിലൊന്നും ലഭിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസ് കൂടുന്നു. ആൻഡ് ഇന്ത്യൻ ഓയിൽ കമ്പനീസിലും ഇപ്പൊ പൈസ കൂട്ടേണ്ടതായിട്ട് വരുന്നു. പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസസ് മേ റൈസ് ഫർദർ. ഇനിയും കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ പിന്നെന്താണ്? ഫുഡ് ഇൻഫ്ലേഷൻ എന്താണ്? കൂടുന്നു. ഫുഡ് പ്രൈസസ് ഓൾസോ കൂടുകയാണ്. അതെന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഫുഡ് ഇൻഫ്ലേഷൻ എന്താണ്? 4.2% ഫ്രം 3.87% ഇൻ മാർച്ച് ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അപ്പോൾ 4.2% ആയിട്ട് മാറിയിരിക്കുകയാണ് ഫുഡ് ഇൻഫ്ലേഷൻ ഫോർ കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് റെസ്റ്റോറന്റുകളും ഹോട്ടലുകൾക്കും ഗ്യാസസ് ലഭിക്കുന്നില്ല. അപ്പൊ കിട്ടുന്നതിനകത്ത് ഹൈ പ്രൈസിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നമുക്ക് ഫുഡ് വിൽക്കുന്നത് പൈസ കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവര് ഭക്ഷണ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണമല്ലോ. അപ്പൊ ഈ ട്രാൻസ്പോർട്ടിന് ഫ്യൂവലിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ അതിന്റെയും പ്രൈസ് കൂടും. അപ്പൊ ട്രാൻസ്പോർട്ട് ആൻഡ് കുക്കിംഗ് പ്രൈസ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് പ്രൈസ് കൂടുതലാകുന്നു. അപ്പോൾ ദിസ് അഫക്ട് സ്മോൾ ബിസിനസ്, മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ഇഷ്യൂ വരുന്നത് എന്താണ്? വീക്കണിങ് റുപ്പി ഡിപ്രിസിയേഷൻ നടക്കുകയാണ്. ഇന്ത്യൻ റുപ്പി ഈസ് ഡിപ്രിസിയേറ്റഡ് by around 8.5% against US dollar in short time. നമുക്കറിയാം US ഡോളറിനെതിരെ 8.5%ഓളമാണ് ഇന്ത്യൻ റുപ്പി കൂപ്പൂത്തിയിരിക്കുന്നത്. അപ്പോൾ എ വീക്കർ റുപ്പി മേക്ക് ഇമ്പോർട്ട് മോർ എക്സ്പെൻസീവ്. ഇന്ത്യൻ റുപ്പി പൈസ കുറയുമ്പോൾ എന്താണ്? നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ എക്സ്പെൻസ് ആവും. അപ്പൊ ക്രൂഡ് ഓയിൽ, ഫെർട്ടിലൈസേഴ്സ്, ഇലക്ട്രോണിക്സ് ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ദിസ് ഫർദർ ഇൻക്രീസ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഗവൺമെന്റ് ഇതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് സെൻട്രൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ എന്താണ്? കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മളോട് അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇതെല്ലാം എന്തിനാണ്? നമ്മുടെ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ റുപ്പീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. എക്കണോമിക് പ്രഷറിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻഫ്ലേഷനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? ഇൻഫ്ലേഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്മോഡിറ്റി പ്രൈസ് നല്ല രീതിയിൽ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ RBIനോട് റേറ്റ്സ്, ബാങ്ക് റേറ്റ്സ് കൂട്ടാനൊക്കെ ആയിട്ട് പറയാനാണ് പറ്റുന്നത്. അതായത് മോണിറ്ററി പോളിസി ടൈറ്റൻ ചെയ്യിക്കാം, ബാങ്ക് റേറ്റ്സുകൾ
ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്താണ് കൂട്ടാനായിട്ട് പറയാം. അപ്പൊ അങ്ങനെ ബാങ്ക് റേറ്റ് കൂടുന്ന സമയത്ത് എന്താണ് മാർക്കറ്റിലോട്ടുള്ള പമ്പിങ് ഓഫ് മണി കുറയ്ക്കാം. അപ്പൊ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാതാവുമ്പോൾ സ്പെൻഡിങ് കുറയും. കീപ് ഇൻഫ്ലേഷൻ വിത്തിൻ ടാർഗറ്റ് ഓഫ് RBI ടാർഗറ്റ് റേഞ്ചിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആളുകൾ സ്പെൻഡിങ് കുറയും, കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് കുറയും. അതുകൊണ്ടാണ് RBI അങ്ങനെ ഒറ്റയടിക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ കൂട്ടാതെ നമ്മളോട് പ്രൈം മിനിസ്റ്റർ നമ്മുടെ സ്പെൻഡിങ് കുറയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓവറോൾ ഈ ഒരു എഡിറ്റോറിയൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇന്ത്യസ് ഇൻഫ്ലേഷൻ പ്രോബ്ലം ഈസ് നോ ലോങ്ങർ ജസ്റ്റ് അബൌട്ട് ടെമ്പററി ഫ്യൂവൽ ഓർ കമ്മ്യൂണിറ്റി ഷോക്സ്. ഇറ്റ് ബിക്കമിങ് എക്കണോമി വൈഡ് പെർസിസ്റ്റന്റ് ഡിഫിക്കൽട്ടി ടു കൺട്രോൾ. ആ ഒരു രീതിയിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇൻഫ്ലേഷൻ നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും വിലക്കയറ്റം കൂടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്രോത്തിനെ തന്നെ ബാധിക്കും. കാരണം RBIക്ക് മോണിറ്ററി പോളിസി കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ കുറയും, ബട്ട് എക്കണോമിക് ഗ്രോത്ത് കുറയാനായിട്ടുള്ള ചാൻസും ഉണ്ട് സെയിം ടൈം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ലേബർ മാർക്കറ്റിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു സർവേ ആണ്. PLF 2025 എന്ന് പറയുന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2025 കുറിച്ചാണ്. അപ്പൊ ആ ഒരു സർവേയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് ഹയർ എംപ്ലോയ്മെന്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ നല്ല രീതിയിൽ നല്ലതാവുന്നുണ്ട്, സാലറി ഗ്രോത്ത് ഇൻ സാലറി ജോബ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ സ്കിൽ ഡെവലപ്മെന്റ് ക്വാളിറ്റി ജോബിലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലേബർ മാർക്കറ്റ് സർവേയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ പോസിറ്റീവ് ട്രെൻഡുകൾ കാണാനായിട്ട് പറ്റും. ആ ഒരു പോസിറ്റീവ് ട്രെൻഡുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് പോസിറ്റീവ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോർ പീപ്പിൾ ആർ ജോയിനിങ് വർക്ക് പ്ലേസസ്. മോർ പീപ്പിൾ ആർ ജോയിനിങ് ദ വർക്ക് ഫോഴ്സ്. അതായത് നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഓൾമോസ്റ്റ് എന്താണ് ഒരു 59% എത്തിയിട്ടുണ്ട് നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് മുൻപത്തെക്കാലൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 57% ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണ് 3% ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3% ആണ്. ദിസ് മീൻസ് മോർ ഇന്ത്യൻസ് ആർ ഫൈൻഡിങ് ഓർ സീക്കിംഗ് ജോബ്. അതായത് കുറെ ഇന്ത്യക്കാർ എന്താണ് ജോലി നോക്കുന്നുണ്ട്, ജോലി അവർക്ക് നോക്കുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വൺ ഓഫ് ദ പോസിറ്റീവ് ട്രെൻഡ് ദാറ്റ് ഷോസ് ഇൻ ലേബർ പാർട്ടിസിപ്പേഷൻ സർവേ എന്താണ്? നമ്മുടെ മോർ പീപ്പിൾ ആർ ജോയിനിങ് ദ വർക്ക് ഫോഴ്സ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്? വുമൻസ് പാർട്ടിസിപ്പേഷൻ. വുമൺ പാർട്ടിസിപ്പേഷൻ ഈസ് ഇംപ്രൂവിങ്. വുമൻസിന്റെ ജോബ് പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എ മേജർ പോസിറ്റീവ് ട്രെൻഡ് is that the rise in women's worker especially in rural India. റൂറൽ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് വുമണിന്റെ ജോബ് പാർട്ടിസിപ്പേഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അപ്പൊ നമ്മുടെ ഫീമെയിൽ LPR ഇൻ റൂറൽ ഏരിയാസ് ആർ ഇൻക്രീസിങ് സ്റ്റഡിലി. നമ്മുടെ LFPR ഇൻ ഫീമെയിൽ റൂറൽ ഏരിയയിൽ സ്റ്റഡിലി ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് മോർ യങ് വുമൺ ആർ എൻറ്ററിങ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടേഴ്സ്. മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ എന്താണ് കൂടുതൽ വുമൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ബെറ്റർ എഡ്യൂക്കേഷൻ ആക്സസും അതുപോലെ തന്നെ സോഷ്യൽ മൊബിലിറ്റി കൂടിയതും ഒക്കെ കൊണ്ടാണ് ഈ വുമൺ പാർട്ടിസിപ്പേഷൻ കൂടിയതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രേറ്റർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ബൈ വുമൺ ബിക്കോസ് ഓഫ് ബെറ്റർ എഡ്യൂക്കേഷൻ ആക്സസ് ആൻഡ് റൈസിങ് സോഷ്യൽ മൊബിലിറ്റി. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ബെറ്റർ ക്വാളിറ്റി ജോബ്സ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു സർവേന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് റെഗുലർ സാലറി ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കൂടി. അതായത് ഷെയർ ഓഫ് റെഗുലർ വേജ് ആൻഡ് സാലറിഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 22% 24% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് പക്ഷെ
ഡിക്ലൈൻ ആവുന്നുണ്ട്, സ്ലൈറ്റ്ലി ഡിക്ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ 58%-ന്ന് 56% ആയിട്ട് ഡിക്ലൈൻ ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സാലറിഡ് ജോബ് യൂഷ്വലി പ്രൊവൈഡ് സ്റ്റേബിൾ ഇൻകം, സോഷ്യൽ സെക്യൂരിറ്റി, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി ജോബ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് കുറവാണെങ്കിൽ പോലും ആളുകൾക്ക് സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോബുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് വേജ് ഗ്രോത്ത് ഫോർ വുമൺ ആണ്. അപ്പൊ വുമൺസ് വർക്ക് ചെയ്യുന്നിടത്ത് വുമണ് വേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. വുമൺസ് ഏർണിംഗ് ഗ്രൂ ഫാസ്റ്റർ ദാൻ മെൻ ഇൻ സെവറൽ സെക്ടേഴ്സ്. ചില സെക്ടേഴ്സിൽ നോക്കുന്ന സമയത്ത് മെന്നിനേക്കാൾ കൂടുതൽ പൈസ വുമൺസിന് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ സാലറീഡ് ആയിട്ടുള്ള ജോബുകൾ ഉണ്ടല്ലോ, ആ ഒരു സാലറീഡ് ജോബിലൊക്കെ നോക്കുന്ന സമയത്ത് 7%ഓളം വുമൺസിന്റെ ഏർണിംഗ് കൂടിയിട്ടുണ്ട്. ആ സമയം സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള വുമൺസിന്റെ എന്ന് പറയുന്നത് 9% ആണ്. അതായത് ആണുങ്ങൾക്ക് കിട്ടുന്ന സാലറി 6%-ഉം വുമൺസിന് കിട്ടുന്നത് 7%-ഉം ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വുമണിന്റെ ഏർണിംഗ് എന്ന് പറയുന്നത് 9%-ഉം മെന്നിന്റെ ഏർണിംഗ് എന്ന് പറയുന്നത് 8%-ഉം ആണ്. അപ്പോൾ ജെൻഡർ ഗ്യാപ്പ് സ്റ്റിൽ റിമെയിൻ ലാർജ് ആണെങ്കിൽ പോലും വേജ് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ അധികം പോസിറ്റീവ് ആസ്പെക്ട് നമുക്ക് ഈ ഒരു സർവേയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, വേജ് കൂടുന്നുണ്ട്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്, കൂടുതൽ ആളുകൾ വുമൺസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും എന്താണ്, കുറെ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് കുറെ ചാലഞ്ചസ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചസുകളാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്ന്, എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇന്ത്യസ് എക്സ്പാൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഗ്രേറ്റർലി ബട്ട് മെനി ഗ്രാജുവേറ്റ്സ് സ്റ്റിൽ ഡു നോട്ട് ഗെറ്റ് ജോബ്സ്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 5 മില്യൺ ആളുകൾ, അതായത് 5 ബില്യൺ ഗ്രാജുവേറ്റ്സിൽ ജസ്റ്റ് 2.8 മില്യൺ ഗ്രാജുവേറ്റ്സിന് മാത്രമാണ് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ജോലി കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഷോസ് എ മിസ്മാനേജ്മെന്റ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രി നീഡ്സ്. അപ്പൊ നമ്മുടെ ആളുകൾ എടുക്കുന്ന ഗ്രാജുവേഷൻ ഒന്നും തന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രി നീഡ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലല്ല എന്ന് നമുക്കിത് പറയാനായിട്ട് പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്കിൽ ട്രെയിനിങ് ആണ്. അതായത് ഓൺലി അറൌണ്ട് 4% ഓഫ് പീപ്പിൾ ഏജ്ഡ് ബിറ്റ്വീൻ 15 to 59 റിസീവ് ഫോർമൽ, വെക്കേഷണൽ ഓർ ടെക്നിക്കൽ ട്രെയിനിങ്. നമ്മുടെ 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകളിൽ ഓൺലി 4% ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് സ്കിൽഡ് ട്രെയിനിങ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ വർക്കിംഗ് പാർട്ടിസിപ്പേഷൻ നോക്കുന്ന സമയത്ത് 83%ഓളം മെന്നും 51% ആയിട്ടുള്ള വുമണും വർക്ക് ചെയ്യുന്നത് ഈ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലാണ്. ദിസ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി റെലവെന്റ് ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് അനദർ ചലഞ്ച് എന്ന് പറയുന്നത് വുമൺസിന്റെ അൺപെയ്ഡ് ആയിട്ടുള്ള കെയർ ബേർഡൻ ആണ്. അതായത് നമുക്കറിയാം മെനി വുമൺ സ്റ്റേ ഔട്ട്സൈഡ് ദ വർക്ക് ഫോഴ്സ് ബിക്കോസ് ഓഫ് ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്ക്. ഇപ്പോഴും കുറെ വുമൺസ് ഈ പറയുന്ന വർക്കിംഗ് സെക്ഷനിലേക്ക് വരാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഹൗസ് ഹോൾഡ് വർക്കായിട്ട് വീട്ടിലിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇതിനെ എന്താണ്, നമ്മൾ അൺപെയ്ഡ് ആയിട്ടുള്ള കെയർ വർക്കാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ചാലഞ്ച് തന്നെയാണ്. ദാറ്റ് വുമൺ ഫേസ് എ ഡബിൾ ബേർഡൻ ഓഫ് പെയ്ഡ് ലേബർ, അൺപെയ്ഡ് ഡൊമസ്റ്റിക് ലേബർ. അതുകൊണ്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്ന വുമൺസിനാണെങ്കിൽ എന്താണ്, അവർക്ക് വർക്ക് ചെയ്യണം, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പെയ്ഡ് വർക്കും ഉണ്ട്, വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അൺപെയ്ഡ് ആയിട്ടുള്ള കെയർ വർക്കുകളും അവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഡബിൾ ബേർഡൻ ആണ് വുമണെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അർബൻ സെൽഫ് എംപ്ലോയിഡ് മെൻ വർക്ക് ചെയ്യുന്നത് 17.5 hours മോർ പെർ വീക്ക് ദാൻ എ വുമൺ ആണ്. പക്ഷെ റെഗുലർ സാലറിഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 7.9 hours പെർ വീക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നുള്ളൂ. അതാണ് മറ്റൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ചാലഞ്ച് പറയുന്നത് നീറ്റ് ഗ്രൂപ്പ് കൺസേൺ ആണ്. നമ്മുടെ നീറ്റ് എക്സാം ഒന്നുമല്ല, നീറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ഓഫ് നീറ്റ് യൂത്ത് ആണ്. അതായത് നമ്മുടെ അറൌണ്ട് ഒരു 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള ഈ ഒരു ഏജിൽ വരുന്ന
യൂത്ത് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ നീറ്റ് കാറ്റഗറി എന്നിൽ പറയുന്നത്. ആ ഒരു നീറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെ എന്തായിരിക്കും, അവരങ്ങനെ വലിയ കാര്യമായിട്ട് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളെ പോലെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് UPSC PSC അതുപോലെ തന്നെ SSC എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലാർജസ്റ്റ് ഷെയർ ഓഫ് ആളുകൾ വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് വരുന്നില്ല. അപ്പോൾ ദിസ് ഈസ് വറിയിങ് ബിക്കോസ് പ്രൊലോങ്ഡ് ഡിസനേജ്മെന്റ്. ഞങ്ങൾ ഉദ്ദേശിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കുറച്ച് പഠിക്കുന്ന ആളുകളായതുകൊണ്ട്. പക്ഷെ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 18-19 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അങ്ങനത്തെ ഉള്ള വുമൻസ്, അല്ലെങ്കിൽ ഒരു വർക്കും ചെയ്യാതിരിക്കുന്ന ആണുങ്ങള്, അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിൽ വരുന്നവരുണ്ടല്ലോ. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ദ പ്രൊലോങ്ഡ് ഡിസെൻഗേജ്മെന്റ് വരുന്ന സമയത്ത് എന്താണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ തന്നെ സോഷ്യൽ വൾണറബിലിറ്റി കൂടുതലുമായിരിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ ഒരു ഡെമോഗ്രഫിക്കിന് വേസ്റ്റേജ് ആണ്, ഡെമോഗ്രഫിക് പൊട്ടൻഷ്യലിന്റെ വേസ്റ്റേജ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്ന നീറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു ചാലഞ്ച് ആണ്. സമയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ സ്കില്ല് ചെയ്യുന്ന ആളുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നില്ല, ബിക്കോസ് അവർ ചെറിയ രീതിയിലെങ്കിലും ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുവാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്നതിന് ഗവൺമെന്റ് പൈസ ഒക്കെ തരേണ്ടി വരുന്നില്ല. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് ഈ ഒരു നീറ്റ് ഗ്രൂപ്പിൽ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചസ് ആണ്, നമ്മുടെ വർക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ചലഞ്ചസ് ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് എന്താണ് നമുക്ക് ഇതിന്റെ ഒരു ഫോർവേഡ് ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ PLFS 2025 പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷനിൽ കൂടെയാണ് പോകുന്നത്. ട്രാൻസ്ലേറ്റിംഗ് ദീസ് ഗെയിൻ ഇൻ ടു മീനിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ലീഡ് എക്കണോമിക് ഗ്രോത്തിലോട്ട് മാറ്റേണ്ടത് ആവശ്യമാണ്. അതിന് നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആവശ്യമാണ്. അതായത് സ്കെയിലിംഗ് ഇൻഡസ്ട്രി റെലവൻറ്റ് സ്കിൽ ട്രെയിനിങ്, വുമൻസ് വർക്ക് ഫോഴ്സിനെ gender responsive intervention, enabling women's workforce participation through gender responsive interventions, strengthening pathways to stable job employment with expanded social protection and a focus on green sectors. Targeted programs like apprenticeship will also be crucial to re-engage NEET youth as active contributors to the economy എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ശശി തരൂരിന്റെ ഒരു ഓപ്പഡ് ആണ്, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിരിക്കുന്നതാണ്. ഇന്ത്യ നോർഡിക് സബ്മിറ്റ് ടേൺ ഹിസ്റ്റോറിക്കൽ സംബന്ധ് ഇൻ ടു ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇന്ത്യ നോർഡിക് സബ്മിറ്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ ഒരു നേഷൻസിനെ കാണാനായിട്ട് പോവാണ്. ആഫ്റ്റർ സോ ലോങ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പൊ സംബന്ധ് എന്ന് പറയുന്ന വേർഡ് നോർവേരിയൻ ലാംഗ്വേജിലും ഇന്ത്യൻ ലാംഗ്വേജിലും സെയിം അർത്ഥമാണ് വരുന്നത്. മീൻസ് കണക്ഷൻ ഓർ റിലേഷൻഷിപ്പിനെയാണ് ആ ഒരു സംബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇന്ത്യ ആൻഡ് നോർഡിക് നോക്കുന്ന സമയത്ത് ഡീപ്പ് ഹിസ്റ്റോറിക്കൽ ആൻഡ് മോഡേൺ ലിങ്ക് ഉണ്ട്. അപ്പൊ നോർഡിക് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് ആൻഡ് സ്വീഡൻ. ഇവിടെയാണ് നമ്മൾ നോർഡിക് കൺട്രീസ് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനെയാണ് നമ്മൾ നോർഡിക് റീജിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു സബ്മിറ്റ്, നോർഡിക് സബ്മിറ്റിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുന്ന സമയത്ത് ഇന്ത്യ ആൻഡ് നോർവേ ആയിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ദ ഫസ്റ്റ് കൺട്രി ടു റെക്കഗ്നൈസ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നോർവേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു ഇൻഡിപെൻഡൻസിനെ റെക്കഗ്നൈസ് ചെയ്ത ഫസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലി നമുക്ക് കുറച്ചധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നോർവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർവേ ആയിട്ട് നല്ല കണക്ടിവിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 1950s നോർവേ ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ്? പൈനറിംഗ് ഇനീഷ്യേറ്റീവ് ഫോക്കസ്ഡ് ഓൺ മോഡേണൈസിംഗ് ഫിഷറീസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് മോട്ടറൈസ്ഡ് ബോട്ട് വാസ് ഹാഫ് മാർക്ക് ഓഫ് നെഹ്റു ഹഡ്സൺ ഇറ. അപ്പോൾ കേരളത്തിലെ ഫിഷറീസ് ഡെവലപ്മെന്റിനൊക്കെ ആയിട്ട് നോർവേ ആയിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷറീസ് മോഡേണൈസേഷൻ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്ത്യ നോർവേ കോർപ്പറേഷന്റെ ഒരു സിമ്പൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ് NIFPAT
അതെന്ന് പറയുന്നത് കേരളത്തിന്റെ കോസ്റ്റൽ എക്കണോമിയുടെ നല്ലൊരു ഇമ്പോർട്ടന്റ് വിറ്റൽ പാർട്ടായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താ, ഇന്ത്യയും നോർവേ ആയിട്ട് ഹിസ്റ്റോറിക്കലി നല്ല കണക്ഷൻ ഉള്ളൊരു കൺട്രിയാണ്. അപ്പൊ ആ ഒരു കൺട്രി ആയിട്ടുള്ള കണക്ഷൻസ് കൂട്ടേണ്ടത്, നോർമാഡിക് ആയിട്ടുള്ള റിലേഷൻസുമായിട്ട് കൂട്ടേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റത്തെ കാര്യം തന്നെ പറയുന്നത് ഗ്രീൻ ടെക്നോളജി ആൻഡ് ക്ലീൻ എനർജി ആണ്. അതായത് ഈ നോർഡിക് കൺട്രീസ് എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ക്ലൈമറ്റ് ടെക്നോളജിയിൽ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അതായത് ഓഫ് ഷോർ വിൻഡ് എനർജി, ഗ്രീൻ ഷിപ്പിംഗ്, കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ്, സർക്കുലർ എനർജി മോഡൽ, ഇതിനകത്തൊക്കെ അവർ നല്ല ഹൈയിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇന്ത്യനെ ബെനിഫിറ്റ് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ റിന്യൂവബിൾ എനർജി ഒക്കെ എക്സ്പാൻഡ് ചെയ്യിക്കാനും ഡീകാർബണൈസേഷൻ ചെയ്യാനായിട്ട്, ഇൻഡസ്ട്രി ഡീകാർബണൈസേഷൻ, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് ബ്ലൂ എക്കണോമിക് കോർപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളാസിലെ ഫിഷറീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ലിവിംഗ് ആൻഡ് എക്കോസിസ്റ്റം ഹെൽത്തിനെയാണ് നമ്മൾ ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സസ്റ്റൈനബിൾ ഫിഷറീസ് കൊണ്ടുവരാനായിട്ടും മാരിടൈം ട്രാൻസ്പോർട്ട്, കോസ്റ്റൽ ഡെവലപ്മെന്റ്, ഗ്രീൻ ഷിപ്പിംഗ് കോറിഡോഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു നോർഡിക് കൺട്രീസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സഹായിക്കും. ദെൻ മൂന്നാമതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇന്ത്യ എന്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് സാധനങ്ങളൊക്കെ സൈൻ ചെയ്തിരുന്നല്ലോ, മദർ ഓഫ് ഓൾ ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇന്ത്യ EFTA ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ EFTA ഇൻക്ലൂഡ് ചെയ്യുന്ന കൺട്രീസ് ആണ് നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ് ആൻഡ് ലൈച്ചസ്റ്റീൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗ്രീൻ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ സ്ട്രെങ്തൻ എക്കണോമിക് ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു നോർഡിക് കൺട്രീസ് ഹെൽപ്പ് ആവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആർട്ടിക് കോർപ്പറേഷൻ ആണ്. അപ്പൊ ഇന്ത്യ നോർഡിക് കോർപ്പറേഷൻ നമുക്ക് ആർട്ടിക് റീജിയനിലേക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. അതായത് നോർവേ, ഐസ്ലൻഡ് ഒക്കെ ആർട്ടിക് സർക്കിളിൽ വരുന്ന കൺട്രീസ് ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക് സർക്കിളിൽ നമുക്ക് നമ്മുടെ റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവരുടെയൊക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ ഇന്ത്യൻ മൺസൂൺ പാറ്റേൺ, ഫുഡ് സെക്യൂരിറ്റി, ഗ്ലോബൽ ക്ലൈമറ്റ് സിസ്റ്റം, ഇതൊക്കെ ഒരു ആർട്ടിക് റീജിയനിലെ നിരീക്ഷണമൊക്കെ വഴി നമുക്ക് കുറെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ നോർവേസ് എക്സ്പെർട്ടൈസ് ഇൻ ആർട്ടിക് റിസർച്ച് ക്യാൻ ഹെൽപ്പ് ഇന്ത്യ ഇൻ ക്ലൈമറ്റ് മോണിറ്ററിംഗ്, പോളാർ റിസർച്ച്, അതുപോലെ തന്നെ സയന്റിഫിക് കോർപ്പറേഷൻ. ആൻഡ് അതുപോലെ തന്നെ എന്താണ് പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ആൻഡ് നോർവേ ആയിട്ട് നല്ല ഷെയർഡ് വാല്യൂസ് ഉണ്ട്. അതായത് അവർ ഡെമോക്രസീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. മൾട്ടിലാറ്ററലിസം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ നോർവേ ആയിട്ട് ഇന്ത്യ ഷെയർഡ് വാല്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, കുറച്ച് ചലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ നോർഡിക് സമ്മിറ്റ് എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആവേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ലാസ്റ്റ് നമ്മൾ വീണ്ടും നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേഷൻ ഓഫ് സർവീസ് ആൻഡ് ട്രേം ഓഫ് ആക്ട് 2023 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അനൂപ് ബൻവാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പറഞ്ഞിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആൻഡ് CJA ആയിരിക്കണം ആ ഒരു റിസർച്ച് ആ ഒരു കമ്മിറ്റിയിൽ, ആ ഒരു പാനലിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 2023 പാർലമെന്റ് പുതിയ ലോ കൊണ്ടുവന്ന് അതിനെ മാറ്റി, അതായത് ഒരു ഇലക്ഷൻ കമ്മീഷണറിനെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള കമ്മിറ്റിയിൽ ഇനി മുതൽ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആൻഡ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ അപ്പോയിന്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. അപ്പൊ അങ്ങനെ 3 പേരാണെന്ന് ആ ഒരു ലോ പ്രകാരം പാർലമെന്റ് കൊണ്ടുവന്ന് അങ്ങനെ ലോ ആക്കി. അപ്പൊ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി എന്താ പറഞ്ഞേ, അങ്ങനെ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല, പാർലമെന്റിന് നിയമം കൊണ്ടുവരാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞത്. ബട്ട് ഈ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെമോക്രസിയിൽ, ഒരു രാജ്യത്ത്
ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കൊണ്ടുവരാ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെലക്ഷൻ പ്രൊസീജിയറും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇവിടെ പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്ററും സെയിം എക്സിക്യൂട്ടീവിൽ നിന്ന് തന്നെ വരുന്ന ആളുകളാണ്. ആ സമയത്ത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ വെറും ഒരു മിയർലി ഒരു ഹെഡ് മാത്രമായിട്ട്, ഒരു ഓർണമെന്റൽ മാത്രമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ഒരേ റൂളിംഗ് ഇതിൽ പെടുന്ന രണ്ട് ആളുകൾ ഈ ഒരു സെലക്ഷനിൽ വരുന്നത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാക്കി ജഡ്ജ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം. ഫസ്റ്റ് കൂളിംഗ് ഡോക്ട്രിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്ക് ഇവിടെ ഹീറ്റ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ ആക്ഷൻ പ്ലാൻസ് ഒന്നും ഇനി നമുക്ക് നടക്കില്ല. നമുക്ക് ഹൈ ലെവൽ പ്ലാനുകൾ വേണം. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകൾ വേണം. നമുക്കൊരു നാഷണൽ കൂളിംഗ് ഡോക്ട്രൈൻ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. ദെൻ ബേസ്റ്റിംഗ് ദി സീംസിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്. അതിന്റെ കാരണങ്ങളൊക്കെയാണ് നോക്കിയത്. ദെൻ പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇന്ത്യയുടെ ലേബർ മാർക്കറ്റ് സർവേ, ലേബർ പാർട്ടിസിപ്പേഷൻ, വേജ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആണെന്നുണ്ടെങ്കിലും കുറെ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇന്ത്യ നോർഡിക് സമ്മിറ്റിനെ കുറിച്ചാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആർ ഡിപ്പെൻഡ് ഓൺ ദ ട്രൂലി ഇൻഡിപെൻഡന്റ് പോൾ ബോഡി എന്നുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഓവറോൾ നോക്കാനായിട്ടുള്ളത്. ബാക്കി ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.